കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതെ, ഇനിയും വൈകിയാലേ നിന്നെ ഹോസ്റ്റലിൽ കേട്ടില്ല. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. വാ. ഹലോ. ആ പറഞ്ഞോ. നമുക്ക് കുളിച്ചാലോ? അപ്പൊ എങ്ങനെ? നീ ആശാന്റെ വണ്ടിയിൽ ആശാനെ വീട്ടിലെത്തിക്കും. ഞാൻ പള്ളിമുക്കിൽ കാത്തു നിൽക്കാം. നീ തിരിച്ചങ്ങ് വന്നാ മതി. വേണ്ട ദിവസ ആ ബാലചന്ദ്രൻ ശരിയാണല്ലോ, അവൻ തന്നെയാ. അല്ലടാ, അതേതൊരു പെണ്ണ്. ആശാന് മനസ്സിലായില്ലേ? ഇത് കേസ് വേറെയാ. അവൻ സന്തോഷിക്കാൻ കൊണ്ടുവന്ന ഏതോ കേസാ അത്. ശരിയാക്കി തരാ. ആശാൻ എന്ത് ചെയ്യാൻ പോവാ? ഒരു വീഡിയോ എടുക്കാം. തെളിവല്ലേ ഇതൊക്കെ? ആശാനെ, അത് സെൽഫിയാ. തിരിച്ചു പിടിക്ക്, ക്യാമറ തിരിക്കും. ഇതോടെ മതി മതി, ഇനിയും ലേറ്റായാലേ നിന്റെ ഹോസ്റ്റലിന്റെ വാതിലടക്കി. വന്ന് വണ്ടി കയറി. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. മതിയടാ, ഇത് മതി. ഇത് വെച്ചിനി എന്ത് ചെയ്യാൻ ആശാനെ? അതൊക്കെ ഉണ്ട്. നീ വണ്ടിയുടെ കാണിച്ചു തരാം. ചാവി എവിടെ? ചാവി ഇവിടെ. അതെ, വണ്ടി ഇടറാ. ആശാനെ കാണിക്കാം. കേറിക്കോ ആശാനെ. നോക്കി കയറാശാനെ. എവിടെ കിക്കർ? അടി. ഫസ്റ്റ് കേർ. അപ്പൊ കാണാടാ. ശരി. ഓ, എന്താ എല്ലാവരുടെയും മുഖത്തൊരു വല്ലായ്മ? ഒരേ ശോക സീനാണല്ലോ. കൊള്ളാം. സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തു പറ്റി? എന്താ ഇവിടെ സന്തോഷിക്കാൻ പറ്റാത്തൊരു കാര്യം? മനസ്സിലായില്ലോ. ഇനി എന്ത് മനസ്സിലാക്കാൻ? സാധാരണ ഒരു വീട്ടുമുറ്റത്തുണ്ടാവുന്ന സംഭവങ്ങളാണോ ഇന്നിവിടെ ഉണ്ടായത്? പോട്ടെ, അതൊക്കെ ആ ചെറുക്കന്റെ വിവരദോഷം കൊണ്ടാണെന്ന് വെക്കാം. പക്ഷെ മറ്റന്നാള് കല്യാണമെന്ന് ഗോപാലേട്ടൻ പറഞ്ഞപ്പോഴേ നീ കയറി സമ്മതം മൂളിയത് എന്തിനായിരുന്നു? എന്താലോചിച്ചിട്ട്? അതിനെന്താ അമ്മ ഇപ്പൊ ഒരു കുഴപ്പം? ഇടി, ഇതൊരു കല്യാണവാ. ദൈവങ്ങൾ സാക്ഷിയാവേണ്ട ഒരു മംഗള മുഹൂർത്തം. കല്യാണം ആര് തമ്മിലും ആയിക്കോട്ടെ, ആടിനെ പശുവിനെ പിടിച്ചു കൊടുക്കുന്ന പോലെയാണോ ഇത്? ഇടി, അതിന് തീയതി മുഹൂർത്തമൊക്കെ നോക്കണ്ടേ? എന്നാലല്ലേ അത് പവിത്രമാവൂ. അതൊക്കെ എനിക്ക് അറിയാം അമ്മേ. ദൈവനിഷേധിയൊന്നും അല്ല ഞാൻ. നല്ല ഒന്നാം തരം വിശ്വാസി തന്നെയാ. പക്ഷെ മുഹൂർത്തം പോലും കുറിക്കാതെ എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടക്കട്ടെ എന്ന് പറയാൻ കാരണം ഒരൊറ്റ ഒരാളാ. ആ റബ്ബർ എസ്റ്റേറ്റ് മാനേജർ എന്ന പ്രശ്നക്കാരൻ.
ഇവിടെയാണോ കൊണ്ടുവരാൻ പറഞ്ഞത്? ഇറങ്ങടാ താഴെ. ഇവിടെ എന്താ ആശാനെ കാര്യം? ഹോട്ടൽ അടച്ചു. ചായ കുടിക്കാനാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടൽ. നിന്നോട് ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങിയാ മതി കേട്ടാ. എന്റെ ആശാനെ ഈ രാത്രി ഇത് എന്ത് ഭാവിച്ചാ? അതും ഈ കണ്ടീഷനില്. ആ ബാലേന്ദ്രൻ ആരാന്ന് ശാലിക്ക് കാണിച്ചു കൊടുക്കണം. ഈ തെളിവുണ്ടല്ല, ഈ തെളിവടക്കം കാണിച്ചു കൊടുക്കണം. അത് വേണ്ട ആശാനെ, അത് നമുക്ക് നാളെ ആവാം. പോരാ, ഇറങ്ങ്. കണ്ടീഷനൊന്നും ഒരു കുഴപ്പമില്ല. എടാ ഇത് ഇപ്പൊ പറയാൻ പറ്റിയില്ലെങ്കിലേ ചിലപ്പോ വൈകിപ്പോവും. പിന്നെ ഒരിക്കലും പറയാൻ പറ്റിയില്ല എന്ന് വരും. വിഷ്ണു മനസ്സിലേറ്റിയ പെണ്ണവള്, അവളൊരു ആപത്തിൽ പോയിട്ട് പെടാൻ പാടില്ലടാ. എനിക്ക് അവളോട് എല്ലാ സത്യവും തുറന്നു പറയണം. ആദർശധീരനും സൽഗുണ സമ്പന്നനുമായിട്ടൊരു ബാലേന്ദ്രൻ. ബാലേന്ദ്രൻ അവന്റെ ആശാനെ വേണ്ട ആശാനെ. അതെന്തിനാ കുഞ്ഞേച്ചി അയാള് കാരണം കല്യാണം നേരത്തെ ആക്കുന്നത്? മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ കല്യാണം ഏത് വിധേനെ മുടക്കാനടി ആ എസ്റ്റേറ്റ് മാനേജർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെ. ആ അമേരിക്കക്കാരനുമായിട്ടുള്ള ആലോചന തന്നെ അത് തെളിഞ്ഞതാ. പിന്നീട് ബാലേന്ദ്രനുമായിട്ട് വിവാഹം ആലോചിക്കുന്നു എന്നറിഞ്ഞ് അത് മുടക്കാൻ വേണ്ടിയും അയാൾ ഈ മുറ്റത്ത് കയറി വന്നു. എന്റെ കഴുത്തിലൊരു താലി വീഴുന്നത് വരെ ആ ശല്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നുള്ളത് ഉറപ്പാ. നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നുള്ള ധൈര്യം. ഏട്ടന്റെ സ്ഥാനത്തുള്ള അർജുനേട്ടൻ പോലും കൈയൊഴിഞ്ഞു പോയി നമ്മളെ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ആ എസ്റ്റേറ്റ് മാനേജറുടെ ശല്യം എന്നേക്കുമായിട്ട് ഒഴിവാക്കാനായിട്ടാ ഉടനെ കല്യാണം നടത്താൻ ഞാൻ സമ്മതം മൂളിയത്. എന്റെ ഭഗവാനെ, അയാളുടെ ശബ്ദമല്ലേ അത്? ആ എസ്റ്റേറ്റ് മാനേജറുടെ. അതവൻ തന്നെ. നിങ്ങൾ നോക്കിക്കോ, ഇന്ന് രണ്ടിലൊന്നും അറിയിച്ചിട്ടേ ഞാൻ അയാളെ വിടും. ആശാനെ പറയുന്നത് കേക്ക്, നമുക്ക് പോവാം. അവര് പുറത്തു വന്ന സീനാവും. കുറെ നേരമല്ലോ. എടാ എനിക്ക് സത്യം പറയണ്ട അവളോട്. എടാ അവൾ ആ വൃത്തിയേട്ട ബാലേന്ദ്രനെ കുറിച്ച് സത്യം അറിഞ്ഞേ പറ്റുള്ളൂ. അതെന്താ മനസ്സിലാക്കാത്ത നീ? ശാലിനി, മോളെ ശാരദാമ്മ, എന്താ ഇയാൾക്ക് വേണ്ടത്? അതെന്താ ശാലിനി, ശാലിനി സത്യം അറിയണ. അതാ ഞാൻ ഇങ്ങോട്ടെ. അവിടെ നിക്ക്, മുന്നോട്ട് വരരുത്. ഇനി പറ, എന്ത് സത്യ? ഇയാള് കുടിച്ചിട്ടുണ്ടല്ലേ? പെട്ടെന്ന് കുറച്ച്. ഇങ്ങനെയാണോ രാത്രി പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് കയറി വരുന്നേ? അതിന് ഞാൻ അപമര്യാദയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലല്ലോ ശാരദാമ്മ, ഇല്ല. പറഞ്ഞു നോക്ക്, ഒപ്പത്താം വിവരം അറിയും. തൽക്കാലം ഇയാള് പോവാൻ നോക്ക്. പോവാൻ. മോളെ, ഞാൻ പോവാം. അതെനിക്ക് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഞാനേ ഒരു സെക്കൻഡ് മതി. ഇതാണ് നീ എന്നോട് പകല് പറഞ്ഞ സൽസ്വഭാവിയായ ബാലേന്ദ്രന്റെ യഥാർത്ഥ മുഖം. കണ്ട കണ്ട എടാ, ശാലിനിക്ക് മനസ്സിലായി. ഇത് രക്ഷപ്പെട്ടു. ഇതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശാരദാമ്മ കാണ്, നല്ല രസമുള്ള കാഴ്ചയാ. അതെ, അവനെ കള്ളോടി മാത്രല്ല, ആ ബാലേന്ദ്രനെ സകലമാനുണ്ടായിപ്പോളുണ്ട്. കണ്ടില്ലേ, ബാർ ഹോട്ടലിൽ ഇറങ്ങി വരും അവൻ, തോളെ തൂക്കിട്ടൊരു പെണ്ണും.
ആ പെണ്ണാണെങ്കിൽ ഒരു പിഴച്ച പെണ്ണ. ആ അവന് പറ്റിയ കൂട്ടാണ് നിങ്ങക്ക് മനസ്സിലായ? ആ നോക്ക്, കണ്ടല്ലോ, ഇയാളുടെ രക്ഷകനത്. സാക്ഷാൽ ബാലേന്ദ്രന്റെ ഒരു നാലാം തരം. ഏതോ ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ എടുത്ത് അത് ബാലചന്ദ്രനാണെന്നും പറഞ്ഞു വന്നിരിക്കണോ താൻ? ഏതോ ഒരു ചെറുപ്പക്കാരനാ? ഇത് ബാലേന്ദ്രനെ ഇതൊക്കെ മനസ്സിലായില്ല. ആ റാസ്കലല്ലേ ഇത്? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. തന്നെക്കാൾ വൃത്തികെട്ട ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബാലചന്ദ്രൻ കള്ളുകൂടിയനാണ് പോലും. ഇയാളെന്താ കുടിച്ചിരിക്കുന്നത്? അമൃതം അതോ തേനോ? പിന്നെ ഇയാള് പറഞ്ഞല്ലോ ബാലചന്ദ്രന്റെ യഥാർത്ഥ മുഖം കാണിച്ചു തരാന്ന്. ഇതിലെവിടെയാ മുഖം? ഒന്ന് കാണിച്ചു തന്നെ, ഞാനൊന്ന് കാണട്ടെ. മുഖമില്ലേ? അതെന്താ മുഖമില്ല? അയ്യോ, ഹെൽമെറ്റ് വെച്ചടാ. അയ്യോ, എന്റെ കല്യാണം മുടക്കാൻ ഈ ജാതി ഉടായിപ്പോയിട്ട് മേലാൽ എന്റെ പടി കയറരുത്, മനസ്സിലായോ? അല്ല അല്ല, ഇത് സത്യമായിട്ടും ബാലേന്ദ്രൻ തന്നെ, ഞാനും കണ്ടതാ. ഇയാൾക്ക് ഇതിന് എങ്ങനെയാ ശമ്പളം? ദിവസക്കൂലിയോ അതോ മാസക്കണക്കിനോ? എന്തിന്? അല്ല, ഇങ്ങനെ കല്ല് വെച്ച് നുണ പറയാനേ. അയ്യോ, ഇത് നുണയല്ല, സത്യമായിട്ടും ബാലേന്ദ്രൻ തന്നെയാ. ഇപ്പൊ കണ്ടത് നീ കണ്ടിട്ടാ? അതെ, അയാളും കാണും. എപ്പോഴും വാലായിട്ട് കൂടെ നടക്കുന്നതല്ലേ. തല പറയുന്നതേ വാലും ഏറ്റു പറയൂ. അല്ല ശാലിനി എന്നെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷെ അവൻ ആ ബാലേന്ദ്രനെ മാത്രം കല്യാണം കഴിക്കരുത് പ്ലീസ്. അത് പറയാൻ ഇയാൾ എന്റെ ആരാ? പറയടോ. പല തവണ ചോദിച്ചതാ ഞാൻ ഈ ചോദ്യം. തലയ്ക്ക് ബോധമില്ലാത്തപ്പോഴെങ്കിലും അതിനൊരു ഉത്തരം താ, ഞാൻ കേക്കട്ടെ. താൻ ആരാ? എന്റെ താൻ എന്റെ ആരാ? പറയടോ, പറയടോ, ഞാൻ നിന്റെ ആരാ? പറയാൻ. ആരുമല്ല. എനിക്കിഷ്ടമുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കും. ബാലചന്ദ്രൻ എങ്കിൽ ബാലചന്ദ്രൻ, മനസ്സിലായോ? ശാലിനി, ഞാൻ തന്നെ പ്രാണനെ പോലെ. ഓ മോദി, ശരി, താൻ എന്നെ പ്രാണനെ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇയാളൊരു ഉപകാരം ചെയ്തു തരണം. ഒരേ ഒരു ഉപകാരം. പ്രേമോന്നും പറഞ്ഞ് മേലിൽ വന്നെന്നെ ശല്യപ്പെടുത്താതെ ഇയാള് പോയൊരു പെണ്ണിനെ കല്യാണം കഴിക്കും. ദയവ് ചെയ്ത് ഇനിയൊന്നും വെറുതെ വിട്. എല്ലാവരും കേറാവത്ത കേറാൻ. ദയവ് ചെയ്ത് പോ എന്റെ കൺമുന്നീന്ന്. മേലാൽ എനിക്ക് കാണണ്ട നിങ്ങളെ ഒരിക്കലും. ഭാഷാനെ, ഞാൻ പറഞ്ഞതല്ലേ ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന്. നമ്മൾ ഈ കള്ളു കുടിച്ചിട്ട് പറയുന്നത് സത്യമാണെങ്കിലും അതിനൊരു വില ഉണ്ടാവില്ല. അതുകൊണ്ടാ. ഭാഷാനെ വാ. പറയടോ. പറയടോ.
അതെല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് വെറും ഫാഷന് വേണ്ടി ആവരുത്. അലുമിനിയം എന്നൊക്കെ പറഞ്ഞ് പഴയ കുറെ ആൾക്കാരങ്ങ് കൂടും. ഒരു പാർട്ടി, വയറ് നിറയെ തീറ്റി, കുറച്ച് കള്ളുകൂടി, കുറച്ച് പരദൂഷണം പറിച്ച് കഴിഞ്ഞു. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ അങ്ങനെ ആവരുതെന്ന് ചുരുക്കം. ഇറങ്ങാശാൻ, ഇറങ്ങ് ഇറങ്ങ്. എന്തിനാ ഇറങ്ങുന്നേ? എടാ വണ്ടി വിട്ട് പോടാ. ആ ഞാനിപ്പോ വിളിക്കാമേ. വീടെത്തിയാശാനെ, ഇനി വണ്ടി പോവില്ല. വീടാ? ആരുടെ വീട്? ആശാന്റെ വീട് തന്നെ. ആശാന്റെ വീടാ? അതിനെന്നെ ആശാമാരൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. എന്റെ പൊന്നാശാനെ, വിഷ്ണു ആശാനെ, ഇത് വിഷ്ണു ആശാന്റെ വീടാണെന്ന്. എന്റെ വീടാ? എനിക്ക് എവിടാടാ വീട്? എന്നെല്ലാം പോയില്ലേ, വീടും പെണ്ണും എല്ലാം. ആശാനെ ഒന്ന് ഇറങ്ങ ആശാനെ, പ്ലീസ്. അവന്റെ ഒരു ആശൻ നീ എവിടുന്ന് ഇറങ്ങിയത്? ഓക്കെ. അതെ, ബൈക്കിന്റെ താക്കോല പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ആശാനിന് മുൻവാതിലൂടെ അല്ല, പിൻവാതിലൂടെ വേണം അകത്ത് ചെന്ന് കയറാൻ. അതെന്താണ് എനിക്ക് മുൻവാതിൽ കൂടെ കയറിയാലേ? കയറിയ എല്ലാം കുഴയും. ആശാന്റെ കണ്ടീഷൻ ഇത്തിരി മോശമാണ് ഇപ്പോ. ആരുടെ കണ്ടീഷൻ? ആശാന്റെ കണ്ടീഷൻ. സത്യാമ്മ കണ്ട കുഴപ്പാവൂന്ന്. അതെന്താണ് സത്യാമ്മ കണ്ട കുഴപ്പം? അമ്മ, എനിക്ക് എന്റെ അമ്മയോട് പേടിയാന്ന് നിന്റെ വിചാരം ആണോ? എന്നാലേ അമ്മയോട് എല്ലാം പറയാൻ പോവാ ഞാനിപ്പോ. ആദ്യമേ തന്നെ അമ്മയോട് എല്ലാം പറഞ്ഞിരുന്നെങ്കിലേ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായ? അമ്മേ, അമ്മയോട് ഞാനിപ്പോ എല്ലാം പറഞ്ഞിട്ട് എനിക്ക് എന്റെ അമ്മയോട് എല്ലാം പറയണം. ഞാൻ എന്ത് ചെയ്താലും ക്ഷമിക്കുന്ന ആളെ എന്റെ അമ്മ. ആ അമ്മയോടെ ഞാൻ തെറ്റിയത് അറിയോ നിനക്ക്? അറിയില്ല. ഞാൻ എന്തിനെല്ലാം അമ്മയോട് മറച്ചു വെച്ചത്? അത് തെറ്റായി പോടാ. എനിക്ക് എന്റെ അമ്മയോട് മാപ്പ് പറയണം. അമ്മ, അമ്മ, എനിക്ക് എന്റെ അമ്മയോട് എല്ലാം പറയണം. അമ്മ, അമ്മ, ഞാൻ എന്താ ഇവിടെ? എന്താ നിങ്ങൾ കാണിക്കുന്നേ? ആശാൻ ശകലം കുടിച്ചുപോയി പ്രീതി മോളെ. ഇതാണോ ശകലം? കൊള്ളാം, ഉഗ്രനായിട്ടുണ്ട്. സത്യം പറ, ദാസനാണോ ഏട്ടനെ കൊണ്ടുപോയി കുടിപ്പിച്ചത്? ഇതൊക്കെ ദാസന്റെ ശീലമാണല്ലോ. അയ്യോ, സത്യമായിട്ടും ഞാനല്ല. ഞാൻ വേണ്ട വേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ. അപ്പൊ ബാറിൽ പോയേ പറ്റൂന്ന് നിർബന്ധം. പതിവില്ലാത്ത ശീലമല്ലേ. എന്നാ ഒന്നോ രണ്ടോ പെഗിൽ നിർത്താൻ പറഞ്ഞാൽ കേൾക്കൂ? അതുമില്ല. മനസ്സിന്റെ സങ്കടം തീർക്കാനാണെന്നും പറഞ്ഞ് ബോധം കെടും വരെ ഒരേ കുടിയായിരുന്നു. കൊള്ളാം, അതെനിക്ക് ബോധിച്ചു. കുടിച്ചു കഴിഞ്ഞാ മനസ്സിന്റെ സങ്കടങ്ങളൊക്കെ ഒലിച്ചു പോവോ? പ്രശ്നങ്ങൾ മുഴുവൻ ഒഴിഞ്ഞു മാറുമോ? എന്നാ കുറച്ച് എനിക്കും കൂടി താ. നമുക്ക് 3 പേർക്കും കൂടി കുടിച്ചിട്ട് സങ്കടങ്ങൾ മുഴുവൻ വിസ്തരിക്കാം അമ്മയുടെ മുൻപിൽ വെച്ച് തന്നെ. ആശാൻ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി പ്രീതി മോളെ. ആ ശാലിനി കൊച്ചി എന്റെ കാര്യം ഞാൻ പറയും. നീ ആരുടെ പുള്ള? എന്റെ വക്കീലാണ്. എന്റെ കാര്യങ്ങളൊക്കെ പറയാൻ. പ്രീതി മോളെ, ഞാനില്ലേ, ഞാൻ കുറച്ചു മുമ്പ് ശാലിനിയെ കണ്ടിരുന്നു നേരിട്ട്. എവിടെ വെച്ച്? അവളുടെ വീട്ടിൽ വെച്ച് തന്നെ. ഈ കോലത്തിലോ? എന്റെ ഈശ്വര. എന്നിട്ട് ഈ കോലത്തിന് എന്താണ് ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. എടി, നീ അത് ഞാൻ പറയുന്നേ ചോദിക്കല്ലേ? അല്ല, ഞങ്ങള് കണ്ടപ്പോഴേ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അത് ഓപ്പണായിട്ടേ, അതൊന്നും മറച്ചു വെക്കാതെ. അത് കേട്ടപ്പോഴാണ് എനിക്ക് തൃപ്തിയായത്. മനസ്സ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. പ്രേമോന്നും പറഞ്ഞ് മേലിൽ വന്നെന്നെ ശല്യപ്പെടുത്താതെ ഇയാള് പോയൊരു പെണ്ണിനെ കല്യാണം കഴിക്കും. ദയവ് ചെയ്ത് ഇനി ഒന്ന് വെറുതെ വിട്.